our1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ലണ്ടനിലെ റിവർ തേംസും അതിന് കുറുകെയുള്ള ടവർ ബ്രിഡ്ജുമാണ്. ലണ്ടൻ്റെ തന്നെ ഒരു ഐക്കോണിക് സിമ്പിളാണ് ടവർ ബ്രിഡ്ജ്. വിക്ടോറിയ രാജ്ഞിയുടെ കാലത്താണ് ഈ ടവർ ബ്രിഡ്ജ് പണി ചെയ്തത്. ടവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം 1886 തുടങ്ങി 1894 പൂർത്തിയായത്. ഇത് തേംസ് നദിക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലമാണ്. ഈ പാലത്തിൻ്റെ ഓരോ ടവറിനും 65 മീറ്റർ ഉയരമുണ്ട്. ഈ ടവറുകൾക്കിടയിലുള്ള ദൂരം 61 മീറ്ററാണ്. സാധാരണഗതിയിൽ അടഞ്ഞുകിടക്കുന്ന ഈ നടുഭാഗം കപ്പൽ വരുമ്പോൾ മേലോട്ട് തുറക്കുന്നു. ഇത് കാണാൻ വളരെ ഭംഗിയാണ്. ഞങ്ങൾ ടവർ ബ്രിഡ്ജിനടിയിലൂടെ ബോട്ടിൽ മറുവശത്തേക്ക് യാത്രയായി. ഞങ്ങൾ ബോട്ടിൽ തേംസ് നദിയിലൂടെ യാത്ര ചെയ്യുന്നത് ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തേക്കാണ്. തേംസ് നദിയുടെ രണ്ടു വശത്തും അനവധി പുരാതന കാലത്തുള്ള കെട്ടിടങ്ങളും നൂതന കാലത്തുള്ള കെട്ടിടങ്ങളും നമുക്ക് കാണാം. ഈ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു മ്യൂസിയമുണ്ട്. അവിടെ പാലത്തിൻ്റെ ചരിത്രവും അത് എങ്ങനെയാണ് പണിതതെന്നും വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ടവർ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂമും കാണാവുന്നതാണ്. പണ്ടുകാലത്ത് പാലം തുറക്കാനും അടയ്ക്കാനും ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകളും കപ്പലുകളും നിരനിരയായി കിടക്കുന്നു. ഇന്നാവട്ടെ നല്ല കാറ്റും മഴക്കാറും തണുപ്പും ഉള്ള ദിവസം. തേംസ് നദിയുടെ രണ്ടു വശങ്ങളിലുമായിട്ടാണ് ലണ്ടൻ നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പണ്ടുകാലത്തുള്ള കെട്ടിടങ്ങളാണ്. നമ്മുടെ നാട്ടിലും മറുനാട്ടിലും നദികൾക്ക് രണ്ടു വശത്തുമുള്ള കെട്ടിടങ്ങൾ പണി ചെയ്യുന്നതിൻ്റെ വ്യത്യാസം, അവിടെയെല്ലാം നദിക്ക് അഭിമുഖമായിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കെട്ടിടങ്ങൾക്ക് പിൻവശത്തു കൂടിയാണ് നദി ഒഴുകുന്നത്. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് കെട്ടിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ നദിക്ക് രണ്ടു വശത്തുമുള്ള കെട്ടിടങ്ങളെല്ലാം എന്തെല്ലാമാണെന്ന് ഈ ബോട്ടിൽ തന്നെ ഒരു ഗൈഡ് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും ഇതാ കാണുന്നു നൂതന രീതിയിലുള്ള കെട്ടിട സമുച്ചയം. ഇതെല്ലാം IT പാർക്കുകളാണത്രേ. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഞങ്ങൾ പോകുന്നത് ഗ്രീൻവിച്ചിലേക്കാണ്. അവിടെയാണ് ഗ്രീൻവിച്ച് മീൻ ടൈം GMT എന്ന് പറയുന്നത്. തേംസ് നദിയിലൂടെയുള്ള യാത്ര ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. ടൈറ്റാനിക് സിനിമയിലെ പോസുകൾ കാട്ടി പലരും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഗ്രീൻവിച്ച് പിയർ എന്ന ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഗ്രീൻവിച്ച് സമയം മാറുന്ന സ്ഥലം കാണുവാൻ പറ്റുന്നത്. പോകുന്ന വഴിക്ക് ഈ കാണുന്നത് റോയൽ നേവൽ കോളേജാണ്. ഇതിവിടുത്തെ വളരെ പുരാതനമായൊരു കോളേജാണ്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരു വശത്ത് മുഴുവൻ കോളേജുകളും മറുവശത്ത് ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അപ്പാർട്ട്മെൻറ്റുകളും താമസ സൗകര്യവും. റോയൽ നേവൽ കോളേജ് കടന്ന് പോയ ഞങ്ങൾ പിന്നീട് കണ്ടത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച്. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള അനവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ കാണുന്നത് നാഷണൽ മെരിടൈം മ്യൂസിയം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വലിയൊരു ഗ്രൗണ്ടിലൂടെ ക്രോസ് ചെയ്ത് മുന്നോട്ട് നടന്നിട്ടാണ് GMT കാണാൻ പോകുന്നത്. ഒരു ചെറിയൊരു കുന്നിന് മുകളിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. അതിലാണ് നമ്മുടെ ടൈം മാറുന്നത്. ഉച്ചയ്ക്ക് കൃത്യം 12:45 മുതൽ 1 മണിക്കുള്ളിലാണ് ഈ സമയം മാറുന്നത്. ഈ സമയത്ത് അവിടെ എത്തിയാൽ ഇത് മാറുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം.
ഈ കാണുന്നതാണ് സാങ്കല്പികമായിട്ടുള്ള ഗ്രീനിച്ച് രേഖ. ആൾക്കാർ അതിന് മുകളിൽ നിൽക്കുന്നു. മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഈ സമയം 1 മണിക്കൂർ മുന്നോട്ട് മാറ്റുന്നു. എന്നാൽ ഒക്ടോബർ മാസം ഒടുവിലത്തെ ഞായറാഴ്ച 1 മണിക്കൂർ പുറകിലോട്ടും മാറ്റുന്നു. ഞങ്ങൾക്ക് ഈ ഒരു സമയമാറ്റം കാണാൻ സാധിച്ചു. ഉച്ചയ്ക്ക് 12:45 തുടങ്ങി 1 മണി വരെയാണ് ഈ സമയമാറ്റം. ഈ കാണുന്ന ഗോളം മേലോട്ട് കയറി ആ ആരോ ഡയറക്ഷൻ്റെ അടുത്ത് വരെ എത്തുന്നു. കൃത്യം 1 മണിയാവുമ്പോൾ ആ ഗോളം മേലിൽ നിന്നും താഴേക്ക് പെട്ടെന്ന് പതിക്കുന്നു. ഇതാണ് സമയമാറ്റം. ഗ്രീൻവിച്ചിൽ സമയം മാറുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഈ സമയമാറ്റം നേരിൽ കാണുവാൻ അനവധി യാത്രക്കാർ അവിടെ എത്തുന്നുണ്ട്. നോക്കൂ, ഈ ഗോളം ഇപ്പോൾ ഏറ്റവും മുകളിലെത്തി. ഗ്രീൻവിച്ച് രേഖ സ്ഥിതി ചെയ്യുന്നത് വടക്കു തെക്കായിട്ടാണ്. 12:45 തുടങ്ങുന്ന ഈ ഗോളം കയറുന്നത് കൃത്യം 1 മണിക്ക് മുകളിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിക്കോളൂ, അത് താഴേക്ക് വരുന്നത്. ഇപ്പോൾ സമയം കൃത്യം 1 മണി. ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും ഈ സമയത്തിനോട് ആനുപാതികമായി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരെല്ലാം ഈ സമയമാറ്റം കാണുവാൻ വന്ന ടൂറിസ്റ്റുകളാണ്. നോക്കൂ, ഇതാണ് ഗ്രീൻവിച്ച് രേഖ. ഈ രേഖയുടെ 2 വശത്തും 2 സമയമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഗ്രീൻവിച്ചിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണ്. ഞങ്ങൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കുറേ നേരം അവിടെ ചിലവഴിച്ചു. തിരിച്ച് തേംസ് നദിയിലൂടെ വീണ്ടും ലണ്ടനിലേക്ക്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.